നമസ്കാരം. ആവശ്യത്തിന് വേണ്ടാത്തതിനൊക്കെ നിങ്ങൾ പേടിക്കുന്നവരാണോ? ഭയം നിങ്ങളെ എല്ലാത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നുണ്ടോ? അപ്പുറത്ത് നിർത്തുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാതെ ഉൾഭയം പോലെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? എങ്കിൽ ഭയം എന്ന വാക്കിന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നുള്ള പേടി നിങ്ങളെ പിറകോട്ട് വലിക്കുന്നുണ്ടല്ലേ? എങ്കിൽ നിങ്ങൾ പേടിച്ച് പിന്മാറുന്ന സംഗതികളിലേക്ക് മറ്റുള്ളവർ ഗോളടിച്ച് മുന്നോട്ട് പോകുന്നുള്ള സത്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കെല്ലാം ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാ. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഭയത്തെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. ചിലപ്പോൾ നമ്മൾ ആ ഭയത്തെ മറികടന്നുകൊണ്ട് ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി തുടങ്ങും. ഉദാഹരണം പറഞ്ഞാൽ 400-ലധികം കമ്പനിയുടെ ഉടമയായ റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന ഒരു വിർജിൻ ഗ്രൂപ്പിൻ്റെ ഒരു മുതലാളി യൂറോപ്പിലുണ്ടായിരുന്നു. ആളുകളുടെ മുന്നിലൊക്കെ വരാനും സംസാരിക്കാനൊക്കെ അയാൾക്ക് വളരെയധികം ഫിയർ ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വിർജിൻ അറ്റ്ലാന്റിക് എയർലൈൻസിൻ്റെ ഓണർ വരെ അദ്ദേഹമായി. അവസാനം വലിയൊരു ബിസിനസ് മാഗ്നറ്റായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെന്നുള്ളതാണ്. വിമാനയാത്രയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലോ, പക്ഷേ പേടിയാണെങ്കിലോ ലോകം കാണാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ, എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെന്താണ് എന്ന് ലോകത്തോട് അവതരിപ്പിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ്. പേടിയെ ഭയത്തെ മറികടക്കാനുള്ള ധൈര്യം നാം സ്വയം ആർജിച്ചെടുക്കേണ്ട ഒരു സംഗതി തന്നെയാണ് കേട്ടോ. കോവിഡ് കാരണം, കൊറോണ കാരണം ഒരുപാട് പേര് മരിച്ചുപോയില്ലേ? അത് മരിക്കുമെന്നുള്ള ഭയം മൂലം ശരീരത്തിൽ വന്നുള്ള ഘടനാപരമായ മാറ്റമാണെന്നാണ് പുതിയ സ്റ്റഡീസ് എല്ലാം പറയുന്നത്. ഭയം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റിയാക്ഷൻ തന്നെയാണ്. പ്രകൃതിയിലുള്ള നമ്മുടെ മനസ്സിൽ കയറി കൂടുന്ന ഒരു പ്രതിപ്രവർത്തനം എന്നതിന് പറയുക. ഹൃദയമിടിപ്പ് കൂടുക, വിയർക്കുക, ആഡ്രിനലിൻ റഷ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്. രണ്ട് തരത്തിലുള്ള പേടികളുണ്ട്, ഭയങ്ങളുണ്ട്. റാഷണൽ ഫിയർ എന്ന് പറയും, യുക്തിസഹമായ പേടി എന്ന് പറയുന്നത് ഭയം. അത് നമ്മളൊരു വലിയ മലമുകളിലൊക്കെ കയറുമ്പോഴേ നമ്മളിങ്ങനെ കയറുമ്പോൾ നമുക്ക് ആ മേലൊന്ന് നോക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ അതിനെ പിന്തിരിപ്പിക്കാൻ തോന്നുന്ന ഒരു പേടിയില്ലേ, അതാണ് ആ ഒരു ഭയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉദ്രവിക്കാൻ വരുന്ന എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ, ഒരു മൃഗത്തിൻ്റെ മുന്നത്ത് പോകുമ്പോൾ നമുക്കിവിടെ അന്ന് പേടിയുണ്ടല്ലോ, ആ ഫിയറാണ് റാഷണൽ ഫിയർ എന്ന് പറയുന്നത്, യുക്തിസമമായ പേടി എന്ന് പറയുന്നത്. അത് നല്ലത് തന്നെയാണ് കേട്ടോ. രണ്ടാമത്തെ പേടി എന്ന് പറഞ്ഞാൽ ഇറാഷണൽ ഫിയർ ആണ്. അതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. യുക്തിരഹിതമായ ഭയം എന്ന് പറയുന്നത് ഇത് മനഃശാസ്ത്രപരമായ ഒരു ഭയമാണ്. ഇത് നമ്മളെ പിറകോട്ട് വലിക്കാൻ എപ്പോഴും സഹായിക്കുക എന്നുള്ളതാണ്. തോൽക്കുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ ജയിക്കാനുള്ള പാഷനെല്ലാം നമുക്ക് നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഇതിലുണ്ടാവും എന്നുള്ളതാണ്. ഇത് നമ്മളെ സെൽഫ് കോൺഫിഡൻസിനെ വരെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. ജീവിതത്തിലെ അവസരങ്ങളും വിജയങ്ങളുമെല്ലാം നമ്മുടെ കംഫർട്ട് സോണിൻ്റെ അപ്പുറത്താണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ അത് നമ്മൾ റിസ്ക് എടുത്തുകൊണ്ട് അവസരങ്ങളെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കുന്നത് വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഭയത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിസ്ക് നമ്മൾ എടുക്കണമെന്നാണ്. അത് എന്താണ് നമ്മുടെ ഭയം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത്. അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. പേടിയെ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നത് എന്നുള്ളത് ആദ്യമായി ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെ നിങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം കേട്ടോ. വാട്സപ്പ്, ഫേസ്ബുക്ക് എന്ന പോലുള്ള നവമാധ്യമങ്ങളൊക്കെ നിലവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഭയങ്ങളെ ഫിയറൊക്കെ കുറേയൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഈ പുതിയ കാലഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും ഭയത്തേക്ക് മറികടന്നുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും സന്തോഷം, സ്നേഹം മാത്രം. താങ്ക് യു.